തീർച്ചയായും ഷൈൻ ടോം ചാക്കോയെ രാസപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. അകത്തേക്ക് കൊണ്ടുപോയി രക്തവും സ്രവങ്ങളും നഖം മുടി തുടങ്ങിയവയൊക്കെ എടുക്കും. കാരണം എത്ര ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട് എങ്കിൽ അത് ബോധ്യമാകും, ശരീരത്തിൽ നിന്ന് അടയാളപ്പെടുത്താനാകും എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് പോലീസ് ഇപ്പോൾ രാസപരിശോധനയ്ക്കായി ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും? കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി, കാരണം പോലീസ് സൂചിപ്പിച്ചു ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് നിലവിലുള്ളത്. കാരണം ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അത് ചോദിച്ചപ്പോഴുള്ള മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ആ തെളിവുകൾ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതായി. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ പ്രാഥമികമായ നടപടി എന്ന രീതിയിൽ ഇപ്പോൾ ബെയിലബിളായ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് ACP സൂചനകളായി നൽകിയത്. അമൽനാഥ് പാടിച്ചാൽ തീർച്ചയായും അതിൻ്റെ വിവരങ്ങൾ നൽകാനായി അർച്ചന കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. അർച്ചന, അതായത് പോലീസ് പറഞ്ഞത്, ACP പറഞ്ഞത് തെളിവുകൾ കൃത്യമായി പോലീസിന് ലഭിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ പിഴവുകളാണ് അല്ലെങ്കിൽ വീഴ്ചകളാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുണ്ടായത്. അതായത് പോലീസ് ശേഖരിച്ച തെളിവുകൾ നിലനിൽക്കും എന്നുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് സെക്ഷൻ 27, 29 എന്ന NDPS ആക്ടിലെ വകുപ്പുകൾ ചുമത്താവുന്നതാണ്, നിലനിൽക്കുന്നതാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചുമത്തിയ വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കുന്നതാണ് എന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് അത്തരം ഡീറ്റെയിൽസ് കൂടി? അജിംഷാ, തീർച്ചയായും. കാരണം ഈ NDPS വകുപ്പുകൾ 27ഉം 29ഉമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ പോലും പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത്. കാരണം അത്രത്തോളം, അതായത് മുൻപേ തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവർ ശേഖരിച്ചിരുന്നു. മാത്രമല്ല, ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം കൂടി ഷൈൻ ടോം ചാക്കോയ്ക്കുണ്ട്. നേരത്തെ 2015-ൽ ഇത്തരമൊരു കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായതാണ്. പിന്നീട് ഇത്തരത്തിൽ 2025-ലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ പഴുതടച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിലെത്തിയത്. മാത്രമല്ല 3 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യൽ. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ഫോൺ രേഖകളാണ് നിർണായകമായത്. കൃത്യമായ ഫോൺ കോളുകൾ, അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ, ആർക്കൊക്കെ ഇത്തരത്തിൽ GPay ചെയ്തിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. മാത്രമല്ല, അന്ന് ഈ മുറിയിൽ നിന്നും, ഈ ഡാൻസ് ഓഫ് സംഘം മുറിയിൽ നിന്ന് വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയ ദിവസം ഈ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്ന ഈ ലഹരി ഇടനിലക്കാരൻ സജീർ എന്ന് പറയുന്ന ആൾക്ക് 25,000 രൂപ ഇത്തരത്തിൽ അയച്ചു നൽകിയിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ രേഖകളും പോലീസ് കൃത്യമായി ശേഖരിച്ച ശേഷമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് മുന്നിലെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 27ഉം അതുപോലെ 29ഉം വകുപ്പ് NDPS വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇനി പ്രധാനമായും ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനകളാണ് ഇതിൽ ഏറ്റവും നിർണായകം. അതിൽ ഇപ്പോൾ രക്തം, അതുപോലെ മുടിയെല്ലാം ശേഖരിച്ച് അതിൽ കൃത്യമായ പരിശോധന നടക്കും. ശേഷം ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് കണ്ടെത്തും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും നിർണായകമായത് ഈ പരിശോധനാ ഫലം തന്നെയാണ്. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഇനി എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. 27ഉം 28ഉം വകുപ്പുകൾ ഇത്തരത്തിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്നതാണ്. എന്തായാലും പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ ഇടപെടൽ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വഴിയും വാട്സപ്പ് കോളുകളും, ഈ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏതൊക്കെ ആളുകളുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിലെല്ലാം തന്നെ ഇത്തരത്തിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയാണ് പോലീസ് വ്യക്തമായ തെളിവോടുകൂടി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് ACP അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത്. ഇനി ഏറ്റവും പ്രധാനമായും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഏറ്റവും നിർണായകമാകുക. ഷൈൻ ടോം ചാക്കോ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ഈ പരിശോധനയിൽ വ്യക്തമായേക്കാം.